അപ്പോൾ ഈ ക്ലാസ് തൊട്ട് നമ്മൾ ഫ്രിക്ഷന്റെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, നല്ല രസമായിരിക്കും കാണാൻ. ചിത്രമൊക്കെ വലിയ വലിയ ചിത്രങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല, ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ കഷ്ടപ്പെട്ട് കളറൊക്കെ കൊടുത്ത് വെച്ചതാ. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്താണ് ഇത് ചെയ്യാനുള്ള മെത്തേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വരുന്നത് ബ്ലോക്ക് എ വെയ്റ്റ്സ് 200 Newton and B weights 300 Newton. Find the force P required to move the block B. Assume coefficient of friction between all contact surface is 0.3. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. പെട്ടെന്ന് ഈ ചിത്രം വരച്ചു വെച്ചോ. നമ്മൾ ഇത്രയും കാലം ചെയ്ത പ്രോബ്ലത്തിന്റെ കൂടെ എക്സ്ട്രാ ഒരു ഫ്രിക്ഷന്റെ ഫോഴ്സും കൂടി വരുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സംഭവം സെയിം തന്നെ കേട്ടോ. എക്സ്ട്രാ ഒരു ഫോഴ്സും കൂടി വരും, ഫ്രിക്ഷണൽ ഫോഴ്സ്. അതിന്റെ ഡയറക്ഷൻ മാത്രം നമ്മൾ മാർക്ക് ചെയ്യാൻ പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ സെയിം ആണ്. സിഗ്മ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കലാണ്, സിഗ്മ എഫ് ഓഫ് വൈ കണ്ടുപിടിക്കൽ ഇതന്നെ ഉള്ളൂ. ഇപ്രാവശ്യം തൊട്ട് മൊമെന്റ് ഉണ്ടാവില്ല. സിഗ്മ എഫ് ഓഫ് എക്സും സിഗ്മ എഫ് ഓഫ് വൈ മാത്രം കണ്ടുപിടിച്ചാൽ മതി. മൊമെന്റ് അബൌട്ട് ഇന്നേ പോയിന്റ് ഇതൊന്നും പറയണ്ട. കാരണം നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ എക്സ്ട്രാ കൊണ്ടുവന്നല്ലോ. പിന്നെ അതിന്റെ മൊമെന്റിനെ വെച്ചിട്ട് അവിടെ കളിക്കുന്നത് ശരിയില്ലല്ലോ. അതിന്റെ മൊമെന്റിനെ എടുത്ത് കളഞ്ഞു. ക്വസ്റ്റ്യൻ ഒക്കെ വരച്ചാ. എ ബി എന്ന് പറഞ്ഞ രണ്ട് ബ്ലോക്കുകൾ ഉണ്ട്, അതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ അതിങ്ങനെ ഫിഗറിൽ കാണുന്ന പോലെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുക്ക് പറഞ്ഞിട്ടുള്ളത് ഈ ഫോഴ്സ് പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഒരു പി എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ്, പി എന്ന് പറഞ്ഞ ഫോഴ്സ് എത്ര ആയിരിക്കണം ഇത് ജസ്റ്റ് നീക്കാൻ വേണ്ടിയിട്ട്. അതാണ് ക്വസ്റ്റ്യൻ. ഇല്ല എന്ന് പറയാൻ സമയത്ത് ആ ഫോഴ്സ് പി എത്ര കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ഇവിടെ ഫ്രിക്ഷൻ ഒക്കെ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, വരച്ചു കഴിഞ്ഞാ വരയൊക്കെ ഇനി കുറച്ച് സ്പീഡിലൊക്കെ ആയിക്കോട്ടെ കേട്ടാ. കാരണം ഇനി അങ്ങോട്ടേക്ക് ഫുൾ ചിത്രം വരച്ചിട്ടുള്ള പരിപാടികളാണ്. രണ്ടാമത്തെ മോഡ്യൂളും മൂന്നാമത്തെ മോഡ്യൂളും ഒക്കെ ചിത്രം വരക്കില്ല. നമ്മൾ കുറച്ച് സ്പീഡിലൊക്കെ വരച്ചതിന് പഠിക്കാം. വരച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഇങ്ങോട്ടേക്ക് നോക്കി സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ കുറച്ച് കഥകളൊക്കെ പറഞ്ഞുതരാം. ഈ ഫിഗർ നോക്കിയിട്ട് ഈ രണ്ട് എക്കും ബിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നതെന്നുള്ളത് വരച്ചു കഴിഞ്ഞോട് അതൊന്നും വരച്ച് ഓക്കെ ആണ്. എല്ലാവരും വരച്ച് അങ്ങനെ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങാലോ. ഏത് പറഞ്ഞ ബോഡി ഇതിപ്പോ എന്തൊക്കെ കണ്ടിട്ട് എന്താ മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാല് എന്ന് പറഞ്ഞ ബി എന്ന് പറഞ്ഞൊരു ബോഡി ഉണ്ട്, അതിന്റെ മുകളിൽ വേറൊരു ബോഡി ഉണ്ട് എ എന്ന് പറഞ്ഞ ബോഡി. അത് രണ്ടും നമുക്ക് ഫിഗറിൽ കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പി എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്. വാല്യൂ എനിക്ക് തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യനിൽ ഉണ്ടായത്.
ഈ മഞ്ഞ കളറിൽ ഇവിടെ കാണുന്ന സാധനം എന്തായിരിക്കും നേരത്ത്? എയും ഈ ചുമരിനോട് ചേർത്തിട്ട് ഞാനൊരു മഞ്ഞല്ല പച്ച കളറിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതെന്തായിരിക്കും? തുടങ്ങുന്നേ ജസ്റ്റ് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ബി എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്, അതിന്റെ വെയിറ്റ് എനിക്ക് തന്നിട്ടുണ്ട് 300 ന്യൂട്ടൺ ആണ്. എ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട് 200 ന്യൂട്ടൺ, അത് അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഉള്ളത്. പി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, വാല്യൂ തന്നിട്ടില്ല. ഈ ഗ്രീൻ കളർ സാധനം എന്തായിരിക്കും ഇവിടെ കാണുന്നത്? ഗ്രീൻ എന്തായിരിക്കാനാ സാധ്യത? ഒന്നാവില്ലേ? എന്തെങ്കിലും ഒരു സാധനം ആയിരിക്കണമല്ലോ, അല്ലാണ്ട് ഞാൻ വെറുതെ അങ്ങനെയാണെങ്കിൽ ഞാൻ ബീൻ്റെ അടിക്കുന്നത് ഇങ്ങനെ വരച്ചു കൊടുക്കണ്ടില്ല. പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് എൻ്റെ എടുക്കാൻ മാത്രം ഒരു ഗ്രീൻ കളർ ഐറ്റം തന്നിട്ടുണ്ട്. ആ ഗ്രീൻ കളർ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സ്ട്രിങ് ആണ്, കയറ് സ്ട്രിങ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു റോഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺസിഡർ ചെയ്തോ. ആ എ എന്ന് പറഞ്ഞ ബ്ലോക്ക് അവിടെ നിന്ന് ഇളകി പോകാണ്ട് കണ്ടിട്ട് ഞാൻ ചുമരുമായിട്ട് ബന്ധിപ്പിച്ച് വെച്ചിരിക്കാം. എന്താണ് അതിന്റെ അർത്ഥം? സോ ഞാൻ പി എന്ന് പറഞ്ഞ ഇത് വലിക്കുന്ന സമയത്ത്, പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വലിക്കുന്ന സമയത്ത് എനിക്ക് ആകെ എന്താ ഉണ്ടാവുള്ളൂ? ബി എന്ന് പറഞ്ഞ എന്റെ ഫോഴ്സ്, ബി എന്ന് പറഞ്ഞ ബ്ലോക്ക് വലത്തോട്ടേക്ക് നീങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ വലത്തോട്ടേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ ബിയും നിലവും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടല്ലോ. ഓക്കെ, അവിടെ എങ്ങോട്ടേക്കായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക? ഈ ബി എങ്ങോട്ടേക്കായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുക? ബിക്ക് ഇത് വലത്തോട്ടേക്ക് നീങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ബിയും ഇവിടെയും തമ്മിൽ നിലം ഉണ്ടല്ലോ. അപ്പൊ അത് കാര്യം പിടികിട്ടി, ലെഫ്റ്റിലേക്കാണ് അല്ലെ? ഇവിടത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലേക്കായിരിക്കും. അതിന്റെ വാല്യൂ ഒക്കെ പറഞ്ഞുതരാം, അത് നമുക്ക് പിന്നെ നോക്കാം. അതേപോലെ തന്നെ ബിയും എയും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ട്. അപ്പം ബി ഇങ്ങോട്ടേക്ക് പോവാണ്, നീങ്ങുകയാണ്. എയും ബിയും തമ്മിലുള്ള കോണ്ടാക്ടിന്റെ ആ പൊസിഷനിൽ എങ്ങോട്ടേക്കായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക? ബിന് അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? എയും ബിയും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടല്ലോ, അത് ഇത്രയും ഭാഗത്ത് ഇവിടെ ഒരു കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അവിടെ എന്തുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അതെങ്ങോട്ടേക്കായിരിക്കും? ബി വലത്തോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്യുന്നതിന്റെ നമ്മളെ കൂളംസ് ലോയിലൊക്കെ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും എന്തുണ്ടാവുക? ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുക. സോ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്കും ആയിരിക്കും. സോ ബി എന്ന് പറഞ്ഞ ബോഡിക്ക് രണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, ഒന്ന് നിലവായിട്ടും രണ്ടാമത്തത് എ എന്ന് പറഞ്ഞ ബോഡിയും തട്ടിയിട്ട് തന്നെയാണല്ലോ നിൽക്കുന്നത്. സോ എയും ബിയും തമ്മിൽ വരയുന്ന സമയത്ത് അവിടെയും ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ രണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി. അതവിടെ കിടക്കണം. ഇനി എ എന്ന് പറഞ്ഞ ബോഡിനെ ഞാൻ കൺസിഡർ ചെയ്യാം. എ എന്ന് പറഞ്ഞ ബോഡി എങ്ങോട്ടേക്കായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുക? അതിലാണ് നമ്മളുടെ കഥയിലെ ട്വിസ്റ്റ് വരുന്നത്. ഇന്നത്തെ കഥയിലെ ട്വിസ്റ്റ് എ ആണ്. ആവാനാ സാധ്യത. ബി എന്ന് പറഞ്ഞ ബോഡി വലത്തോട്ടേക്ക് നീങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞ ബോഡിക്ക് അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്തൂടെ? ബി എന്ന് പറഞ്ഞ ബോഡി വലത്തോട്ടേക്ക് നീങ്ങുക എന്ന് പറയുന്നതിന് പകരം എ എന്ന് പറഞ്ഞ ബോഡി ഇടത്തോട്ടേക്ക് പോകുന്നത് പോലെ ആയിട്ട് കൺസിഡർ ചെയ്യാലോ. ചെയ്തൂടെ? ചെയ്തോടോ. ബി ആണ്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും പറയാം, ബോഡി ഇടത്തോട്ടേക്ക് പോകുന്ന പോലെ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഫ്രിക്ഷൻ ഇവിടുന്ന് റൈറ്റിലേക്ക്. എ എന്ന് പറഞ്ഞ ബോഡിക്ക് അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്, അപ്പൊ അതാണ് നമ്മളെ മൂന്നാമത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. അങ്ങനെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് ഇവിടെ. അതാണ് ഈ കഥയിലെ താരം. നമ്മളെ ഫ്രിക്ഷൻ ആണല്ലോ ഈ കഥയിലുള്ള ഈ ഒരു സബ്ജക്റ്റിന്റെ താരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇത് കണ്ടുപിടിച്ച് നോക്കാം. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്തോളാം, നമുക്ക് ഫ്രീ ബോഡിയൊക്കെ ഡയഗ്രം വരക്കാനുണ്ട്. എന്റെ വേറെ തന്നെ വരക്കേണ്ടി വരും, ബിന്റെ വേറെ തന്നെ വരക്കേണ്ടി വരും. സോ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട് എന്ന് നോക്കാം. ബി എന്ന് പറഞ്ഞ ബോഡിക്ക് എന്തുണ്ടാവും? താഴത്തേട്ട് ആര് ആക്ട് ചെയ്യും? എപ്പോഴും അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യും. അതിന്റെ വെയിറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞ ബോഡീന്റെ വെയിറ്റ് 300 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ആരാണ്? ബി എന്ന് പറഞ്ഞ ബോഡി നിലവായിട്ട് ടച്ച് ചെയ്തിട്ടുള്ളത്. സോ നിലത്തുനിന്ന് മുകളിലേക്ക് എന്തുണ്ടാവും? ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. N1 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു, എനിക്കറിയില്ല എത്രയാണ്. N1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കാരണം ഇത് നിലവും ഈ ബി എന്ന് പറഞ്ഞ ബോഡിയുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്.
സോ ഫസ്റ്റ് ഫോഴ്സ് ആയിട്ട് ഞാൻ N1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. കഴിഞ്ഞില്ല. ബി എന്ന് പറഞ്ഞ ബോഡി എനെയും തൊട്ടിട്ട് നിൽക്കാം. സോ എന്റെ അടിക്കുന്ന ഇങ്ങോട്ടേക്ക് ബിന്റെ അടുത്തേക്ക് എന്തുണ്ടാവും? വേറെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അതായിരിക്കും N2. മനസ്സിലായല്ലോ? N1 എന്ന് പറഞ്ഞ നിലവായിട്ടുണ്ടാക്കിയ ആ ടച്ചിങ്ങിൽ ഉണ്ടായതാണ്. N2 എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ സാധനം എനെയും ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. സോ എന്റെ അടിക്കുന്ന ബിയിലേക്ക് എന്തുണ്ടാവും? ഒരു റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അതാണ് N2. പിന്നെ ആരും കൂടി ഉണ്ട്? രണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. നിലവായിട്ട് എങ്ങോട്ടേക്കായിരിക്കും? ഇടത്തോട്ടേക്കായിരിക്കും ഫ്രിക്ഷൻ ഉണ്ടാകുക. ഫ്രിക്ഷന്റെ വാല്യൂ എന്താണെന്ന് അറിയാം? ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണ്. അവിടെ ഉണ്ടായ റിയാക്ഷൻ ആരാ? N1. സോ മ്യൂ ഇൻറ്റു N1 ആയിരിക്കും ഇവിടുത്തെ ഫ്രിക്ഷൻ. അതേപോലെ തന്നെ മുകളിൽ ബി എ ആയിട്ട് ടച്ച് ചെയ്തുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഫ്രിക്ഷൻ ഫോഴ്സ് എന്തുകൊണ്ടാണ് ഇടത്തോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞതാണ്. മ്യൂ ഇൻറ്റു അവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ N2 ആണ്. സോ N2 എന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇപ്പം വരച്ചിട്ടത്. ഈ വരച്ചതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു. പെൻസിലിനെ കൊണ്ടാറ്റം മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത്ര സാധനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. സോ ഞാൻ എടുത്ത് ഇതിനെ ഇങ്ങ് കൊണ്ടുവന്നു. ബീനെ ഞാൻ ഇങ്ങ് എടുത്തു. ബീനെ ഇങ്ങ് എടുത്തിട്ട് ഞാൻ ഈ കണ്ട എനിക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാം. റെഡ് കളറിൽ കാണുന്ന ഫോഴ്സസ് ഒക്കെ ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. വലത്തോട്ടേക്ക് ആരുണ്ട്? ഒരു പി എന്ന് പറഞ്ഞ ഫോഴ്സ് എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴത്തേക്ക്, കറക്റ്റ് താഴത്തേക്ക് വെയിറ്റ് ഉണ്ട്. അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 300 ന്യൂട്ടൺ ആണ്. സോ 300 ന്യൂട്ടൺ അവിടെ മാർക്ക് ചെയ്തു. ഒരു റിയാക്ഷൻ ഉണ്ട് മുകളിലേക്ക്, അത് N1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതേപോലെ തന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക് വേറൊരു റിയാക്ഷൻ ഉണ്ട്, അത് N2 ആണ്. പിന്നെ രണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതിന്റെ വാല്യൂ ആണ് മ്യൂ ഇൻറ്റു N1. പിന്നെ ഒന്ന് ഇവിടെ നിന്ന് മുകൾ ഭാഗത്തും ഉണ്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്, അതിന്റെ വാല്യൂ ആണ് മ്യൂ ഇൻറ്റു N2. ഇതാണ് എൻ്റെ ആര്? ബി എന്ന് പറഞ്ഞ ബോഡി. സോ ബി എന്ന് പറഞ്ഞ ബോഡി ബി എന്ന് പറഞ്ഞ ബോഡീനെ ഞാൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു, ഇവിടെ വെച്ചു. ബിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആയെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തോളാം? റബ്ബർ വെച്ചിട്ട് ഇതൊക്കെ അങ്ങ് മായ്ച്ചളയാം. ബീനെ ഇനി നമ്മൾ കൺസിഡർ ചെയ്യണ്ടല്ലോ. ബീന്റെ ഫ്രീ ബോഡി ഡയഗ്രാം കിട്ടി. എല്ലാ ഫോഴ്സസും ഉള്ള ഡയഗ്രാം എൻ്റെ അടുത്ത് കയ്യിലുണ്ട്. ഇപ്പോൾ ബ്ലൂ പ്രിന്റ് കിട്ടി ബീന്റെ. ഇനി അതിനെ ഞാൻ മാറ്റി. ഓക്കെ, ഇനി എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് എ എന്ന് പറഞ്ഞ ആൾക്കാരുടെ എന്തൊക്കെയാണ് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംഭവങ്ങൾ എന്നുള്ള ഫോഴ്സസ്. സോ ഞാൻ അടുത്ത എ എന്ന് പറഞ്ഞ ബോഡി. ഫ്രിക്ഷൻ റൈറ്റിൽ ഇല്ലേ? റൈറ്റ് മീൻസ് അവിടെ റൈറ്റ് സൈഡ് എന്ന് ഉദ്ദേശിച്ച എവിടെയാ? ഇത് പി എന്ന് പറഞ്ഞ ഫോഴ്സ് വലത്തോട്ടേക്കല്ലേ? അപ്പം ഈ ബോഡി വലത്തോട്ടേക്കല്ലേ പോവുക. അപ്പൊ നിലവായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങോട്ടേക്കായിരിക്കും? ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്ക്. അതേപോലെ തന്നെ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാക്കുന്നത് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്ക്. ആ ബോഡിക്ക് അനുഭവപ്പെടുന്നത് എല്ലാം ലെഫ്റ്റിലേക്ക് തന്നെയല്ലേ? നെക്സ്റ്റ് ഞാൻ എ എന്ന് പറഞ്ഞ ബോഡി എടുക്കുകയാണേ. എ എന്ന് പറഞ്ഞ ബോഡി എടുത്തു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് അപ്ലൈ ചെയ്യാം. ഈ ബി എന്ന് പറഞ്ഞ ബോഡി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടേക്കായിരുന്നു? വലത്തോട്ടേക്കാണ്. നമുക്ക് അന്നേരത്ത് എനെ എങ്ങനെ കൺസിഡർ ചെയ്യാം? എ ഇടത്തോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കും. എന്റെ മൂവ്മെന്റ് ഇടത്തോട്ടേക്കാണ്. അങ്ങനെയാണെങ്കിൽ എ അനുഭവപ്പെടുന്ന കുറെ ഫോഴ്സസ് എന്ന് വെച്ചാൽ ആദ്യത്തത് അതിന്റെ വെയിറ്റ് ആണ്. അതെനിക്ക് തന്നിട്ടുണ്ട് 200 ന്യൂട്ടൺ ആണ്. എ എന്ന് പറഞ്ഞ ബോഡി ബിയു ആയിട്ട് ടച്ച് ചെയ്ത് നിൽക്കുകയാണല്ലോ. സോ ബിന്റെ അടിക്കുന്ന എക്ക് എന്തുണ്ടാവും? ഒരു റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷന്റെ വാല്യൂ N2 തന്നെ ആയിരിക്കും. കാരണം നേരത്തെ N2 എന്നല്ലേ നമ്മൾ എയും ബിയും തമ്മിലുള്ള റിയാക്ഷൻ ഇട്ടുകൊടുത്തത്. ഇത് ബിന്ന് എയിലേക്കാണ് റിയാക്ഷൻ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇട്ടുകൊടുത്തത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതും N2 തന്നെയാണ്. ഇവിടെ മാർക്ക് ചെയ്തതും N2 തന്നെയാണ്. രണ്ടിന്റെയും ഡയറക്ഷൻ മാറ്റേണ്ടത് മാത്രം. ഒന്ന് മുകളിൽ നിന്ന് താഴത്തേക്കും, താഴത്തു നിന്ന് മുകളിലേക്കും. കഴിഞ്ഞില്ല. നമ്മൾ വെയിറ്റ് മാർക്ക് ചെയ്തു, ഇതും മാർക്ക് ചെയ്തു. ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ടല്ലോ. സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ എങ്ങോട്ടേക്കായിരിക്കും? ടെൻഷൻ എപ്പോഴും പുറത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡീന്റെ അകത്ത്. സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്തുണ്ടാവും? ഒരു ടെൻഷൻ ഉണ്ടാവും. ടി, ഒരു ടെൻഷൻ ഫോഴ്സ് ഉണ്ട്.
അത് തന്നെയാണ്. അത് നമ്മൾ ചിലപ്പം മിസ്സായി പോവാണ്ടിരിക്കേണ്ടിയിട്ടാണ് ഞാനത് പ്രത്യേകം പറഞ്ഞത്. ഇവിടെ ഒരു പച്ച കളറിലുള്ളൊരു കയറുണ്ട്, കഴിഞ്ഞില്ല. ഇനി ആരും കൂടി ഉണ്ട്. ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നത് എ എന്ന് പറഞ്ഞ ബോഡി ലെഫ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? റൈറ്റ് സൈഡിലേക്കും. അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ മ്യൂ ഇൻറ്റു N2. അവിടുത്തെ നോർമൽ റിയാക്ഷൻ N2 എന്നല്ലേ പേരിട്ടെ. സോ മ്യൂ ഇൻറ്റു N2. സോ ഇത് മൊത്തം കിട്ടിയ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഇതിന്റെയും ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാൻ വേണ്ടി പോവാണ്. സോ എനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു. ഇതാണ് എൻ്റെ എ എന്ന് പറഞ്ഞ ബോഡി. ആ ബോഡീൻ്റെ അകത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സസ് ഒക്കെ ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. വെയിറ്റ് താഴത്തേക്ക് 200 ന്യൂട്ടൺ. ഒരു റിയാക്ഷൻ ഉണ്ട് മുകളിലേക്ക്, അതിന്റെ വാല്യൂ N2 ആണ്. പിന്നെ ഒരു ടെൻഷൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക്, അതിന്റെ വാല്യൂ T ആണ്. അറിയില്ല എനിക്ക് എത്രയാന്ന്. പിന്നെ അവസാനമായിട്ട് കാണുന്ന മ്യൂ ഇൻറ്റു N2. ഞാനിവിടെ എല്ലാ സ്ഥലത്തും മ്യൂ എന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാ സ്ഥലവും മ്യൂ എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും? ക്വസ്റ്റ്യനിൽ എനിക്ക് തന്നിട്ടുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഓൾ കോണ്ടാക്ട് സർഫസ് 0.3 ആണ്. എല്ലാ സർഫസിലും 0.3 ആണ്. സോ നിലവും ഈ ബോഡിയായിട്ട് ഉണ്ടാക്കുന്നത് മ്യൂ തന്നെയാണ്. ബോഡിയും തമ്മിൽ ഉള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും മ്യൂ തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും മ്യൂ തന്നെ ഇട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂവിന്റെ വാല്യൂ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. സോ ഞാൻ മ്യൂ എന്നുള്ള ആ ഒരു സംഭവം മാറ്റിയിട്ട് അവിടെ 0.3 ഇട്ട് കൊടുക്കുകയാണ്. 0.3 ഇൻറ്റു N1. അതേപോലെ തന്നെ മുകളിലും മ്യൂ ഇല്ല, എനിക്ക് അതിന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ 0.3 ഇൻറ്റു N2. അങ്ങനെ ഇവിടെയും റൈറ്റ് സൈഡിലുള്ള ബോഡീൻ്റെ അകത്ത് 0.3 ഇൻറ്റു N2. ഇനി പതിവ് പരിപാടി തന്നെ. ഏതാ ഏറ്റവും കുറവുള്ളത് നോക്കിയേ. ഫോഴ്സസിന്റെ എണ്ണം ഏറ്റവും കുറവുള്ള ആളാരാ? എ ആണോ ബി ആണോ? അതാണ് എന്റെ എ ആണോ ബി ആണോ ഫോഴ്സസ് ഏറ്റവും കുറവുള്ളത്? നോക്കിയേ, ഇവിടെ ഉള്ളത് 1 ടെൻഷൻ, 2 വെയിറ്റ്, 3ാമത്തെ റിയാക്ഷൻ, 4ാമത്തത് ഫ്രിക്ഷൻ. 4 ഫോഴ്സസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 കടൽ പോലെ ഫോഴ്സസ് ഉണ്ട്. സോ നമ്മളായ തന്നെ എന്ത് ചെയ്യും? ഫിഗർ എ എടുത്തു. ഫിഗർ എന്റെ കഥകളൊക്കെ ഏതാ വന്ന സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡയറക്ഷനിലെ എല്ലാ ഫോഴ്സസും. ഒന്നുള്ളത് ഇടത്തോട്ട് ടി, സോ മൈനസ് ടി. ഇടത്തോട്ടേക്ക് പോകുന്ന ആൾക്കാർ നമ്മൾ മൈനസ് ഇടല്. പിന്നെ എക്സ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സ് ആണ് വലത്തോട്ടേക്ക്. സോ പ്ലസ് 0.3 N2. N2ന്റെ വാല്യൂ എനിക്കറിയില്ല, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് മൊത്തം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. നെക്സ്റ്റ് സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സ്. താഴത്തേക്ക് 200 ന്യൂട്ടൺ, താഴത്തേക്ക് എന്ന് പറയുമ്പോൾ മൈനസ് 200 പ്ലസ് മുകളിലേക്ക് N2. മുകളിലേക്ക് ആകുമ്പോൾ പ്ലസ് ആണ്. സോ N2 ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ആ ഫിഗർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് അങ്ങ് സോൾവ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് എനിക്ക് ഈ ഇക്വേഷനെ വേണമെങ്കിൽ മാറ്റിയതാണ്. മൈനസ് 200 പ്ലസ് N2 ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ N2 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് 200 ഇതിന്റെ വലതുവശത്തേക്ക് പോകുമ്പോൾ വെറും 200 ആവും. 200 ന്യൂട്ടൺ ആണെന്ന് കിട്ടി. N2 200 ആണെന്ന് കിട്ടിയ സ്ഥിതിക്ക് ഇതിനെ എനിക്ക് എടുത്തിട്ട് എവിടെ കൊടുക്കാം? ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. സോ സിഗ്മ എഫ് ഓഫ് എക്സ് എന്നുള്ള ഇക്വേഷനിൽ ഞാൻ കൊടുക്കുകയാണെങ്കിൽ മൈനസ് ടി പ്ലസ് 0.3 ഇൻറ്റു N2ന്റെ വാല്യൂ എനിക്കിപ്പോൾ അറിയാം 200 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ മൈനസ് ടി പ്ലസ് 0.3 ഇൻറ്റു 200 എത്രയാണ്? 3 ഇൻറ്റു 20 60. 60 അല്ലേ? ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു എന്തായിരിക്കും? ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറം മൈനസ് ടി ആയിരുന്നുണ്ട്, ഈക്വൽ ടുവിന്റെ അപ്പുറം പോകുമ്പോൾ അത് വെറും ടി ആയി. ടി ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? 60 ന്യൂട്ടൺ. കഴിഞ്ഞില്ലേ? ഫിഗർ എന്റെ അകത്തുള്ള മൊത്തം സംഭവങ്ങൾ ഞാൻ എടുത്തു. ഫിഗർ എയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫോഴ്സസും ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ അതിൽ സക്സസ് ആയി. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഫിഗർ ബിയിലേക്ക് പോവാം. ഫിഗർ എന്റെ എല്ലാം പരിപാടി കഴിഞ്ഞു. ടിയും ഞാൻ കണ്ടുപിടിച്ചു, N2 ഞാൻ കണ്ടുപിടിച്ചു.
ഇനി ഫിഗർ ബിയിലേക്ക് പോവാണേ. സോ നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഫിഗർ ബി. എല്ലാം ചുവപ്പ് കളറായിട്ട് നമുക്ക് ഇവിടെ ചുവപ്പ് തന്നെ ഇട്ട് കൊടുക്കാം. ഫിഗർ ബിന്റെ കഥകൾ ഏതാ വേണ്ടി പോവാം. സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്? വലത്തോട്ടേക്ക് ഒരു പി, സോ പി. ഇടത്തോട്ടേക്ക് സോ -0.3 ഇൻറ്റു n1. ഇടത്തോട്ടേക്ക് ഒന്ന് അതാണേ 0.3 ഇൻറ്റു n1. ഇടത്തോട്ടേക്ക് അടുത്തതുള്ളത് 0.3 ഇൻറ്റു n2 -0.3 ഇൻറ്റു n2. ഇത് മൊത്തം ഈക്വൽ ടു 0 ആണ്. ഇനി ഇതിനകത്തൊന്നും എനിക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ അവിടെ വെറുതെ വെച്ചു. എനിക്കറിയാത്ത 3 സംഖ്യകളുണ്ട്. പി അറിയില്ല, n1 അറിയില്ല, n2 അറിയില്ല. അല്ല, എനിക്ക് പക്ഷേ എന്തറിയാം? n2നെ അറിയാം. പി മൈനസ് 0.3 n1 മൈനസ് 0.3 ഇൻറ്റു n2ന്റെ വാല്യൂ എനിക്ക് അറിയായിരുന്നു 200 ന്യൂട്ടണാണ്. സോ 200 ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ പി മൈനസ് 0.3 n1 മൈനസ് 0.3 ഇൻറ്റു 200 എന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് കിട്ടിയ പോലെ തന്നെ 60 ഈക്വൽ ടു 0. ഇനാണെങ്കിൽ എനിക്ക് എന്നും മാറ്റിയതാ. പി മൈനസ് 0.3 n1 അറിയാത്ത സാധനങ്ങളൊക്കെ ലെഫ്റ്റിൽ വെച്ചു. ഈക്വൽ ടു അറിയുന്ന സാധനം പ്ലസ് -60 ഈക്വൽ ടുവിന്റെ അപ്പുറം പോകുമ്പോൾ 60. അത് അവിടെ കിടക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ കിട്ടും. ഇനി അടുത്ത സിഗ്മ എഫ് ഓഫ് വൈ കഴിക്കണം. ഓക്കെ, അത് ഞാൻ സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു വൈ ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സസും. വൈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് 300 ന്യൂട്ടൺ താഴത്തേക്കാണ്. സോ -300. n1 എന്ന് പറയുന്നത് സോ പ്ലസ് n1. n2 എന്ന് പറയുന്നത് വീണ്ടും താഴത്തേക്കാണ്. സോ -n2 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ n2ന്റെ വാല്യൂ എനിക്ക് അറിയായിരുന്നു. സോ -300 പ്ലസ് n1 മൈനസ് n2ന്റെ വാല്യൂ 200 ഈക്വൽ ടു 0 ആണ്. -300ഉം -200ഉം കൂടി ചേർന്ന് കഴിഞ്ഞാൽ 2 -500 കിട്ടുക. പ്ലസ് n1 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ n1 ഈക്വൽ ടു -500 ഈക്വൽ ടുവിന്റെ അപ്പുറം പോകുമ്പോൾ വെറും 500 ന്യൂട്ടൺ. സോ സക്സസ്ഫുള്ളി ഞാൻ ഒരു സാധനം കൂടി കണ്ടുപിടിച്ചു. n1ന്റെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചു. n1നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ n1ന്റെ ഉത്തരം കിട്ടി. ഇനി എനിക്ക് അത് എവിടെ കൊടുത്താൽ മതി? ഇവിടെ കൊടുത്താൽ മതി. എന്നാ പിന്നെ അവിടത്തേക്ക് കൊടുക്കാലോ. എന്താ ഉള്ളത്? പി മൈനസ് 0.3 ഇൻറ്റു n1 ആയിരുന്നു. n1ന്റെ വാല്യൂ എനിക്കറിയാം ഇപ്പം 500 ആണ്. സോ 0.3 ഇൻറ്റു 500 ഈക്വൽ ടു 60. അങ്ങനെയാണെങ്കിൽ പി മൈനസ് 0.3 ഇൻറ്റു 500 എന്ന് പറയുന്നത് എത്രയാണ്? 5 എത്രയാണ്? 150 ഈക്വൽ ടു 60. അങ്ങനെയാണെങ്കിൽ പി ഈക്വൽ ടു എന്താണ്? 60 മൈനസ് 150 വലത്തോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് 150. അങ്ങനെ എനിക്ക് ഉത്തരം കിട്ടും. പി ഇസ് ഈക്വൽ ടു 210 ന്യൂട്ടൺ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സന്തോഷത്തോടു കൂടി 2 വരയിട്ട് കൊടുക്കുന്നു. നമ്മളുടെ പരിപാടി തീർന്നു എന്ന് മനസ്സിലാക്കുന്നു. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഒരു ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ഒരു സാധനം വന്നിരുന്നു മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പണ്ട് ചെയ്ത അതേ ആയിട്ടുണ്ട്. ഒരു ഫ്രിക്ഷന്റെ ഒരു ഫോഴ്സ് അത് 2 ഇൻറ്റു n എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ, ഒരു എക്സ്ട്രാ ഒരു അങ്ങനത്തെ ഒരു ചാത്ത സാധനം ഇവിടെ വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ പരിപാടിയൊക്കെ സിമ്പിളാണ്. പഴയ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ സിമ്പിളായിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ പുതിയൊരു സാധനമായിട്ട് വരുന്നത്. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? വെറൈറ്റി ആയിട്ടില്ലേ? പുതിയൊരു ഐറ്റം കൊണ്ട്. നേരത്തെ അതേപോലെ തന്നെ 2 കട്ട തന്നെയാണുള്ളത്. പക്ഷെ ആ 2 കട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരിച്ചിട്ടാണുള്ളത്.
അടിപൊളി ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റാക്കി. ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടാണ് വന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കളാം, നമുക്ക് മെല്ലെ തുടങ്ങാലോ. മണിക്കൂറുണ്ട്. ഞാൻ ജസ്റ്റ് ഫോഴ്സസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സിമ്പിളാണ്, ഇപ്പം പഠിച്ച അതേപോലെ തന്നെ, വേറെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ചെരിവ് വന്നത് മാത്രം. അപ്പൊ നമ്മൾ കഴുത്ത് എന്താക്കണം, കഴുത്ത് നമ്മളിങ്ങനെ ചെരിച്ചിട്ട് നോക്കണം, അത്രേ ഉള്ളൂ. എക്സും വൈയും എടുക്കുന്ന സമയത്ത് ഒന്നിങ്ങനെ ചെരിച്ച് നോക്കുക, അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ആംഗിൾ തീറ്റ? ഇപ്രാവശ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളത് തീറ്റ എത്രയാണ്. ഫോർ ദ മോഷൻ ഓഫ് ദ ബ്ലോക്ക് ബി. ബി എന്ന് പറഞ്ഞ ബ്ലോക്ക് താഴത്തേക്ക് വീഴാൻ പോവുകയാണെങ്കിൽ വെയിങ് 90 ന്യൂട്ടൺ. ഇത് ബീന്റെ വെയിറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ടു ഇംപെൻഡ് ഡൗൺ ദ പ്ലെയിൻ, ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഓൾ കോണ്ടാക്ട് സർഫസ് ആർ 1/3. 1/3 ആണ് എല്ലാ കോണ്ടാക്ട് സർഫസിലും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. അതായത് മ്യൂ, എല്ലാ സ്ഥലത്തും മ്യൂ എടുക്കേണ്ടത് 1/3 ആണെന്ന് അർത്ഥം. ബ്ലോക്ക് എ വെയിറ്റ്സ് 30 ന്യൂട്ടൺ. നിങ്ങൾ ഇതൊക്കെ എഴുതുന്നില്ലേ? എന്റെ കൂടെ തന്നെ എഴുതി പോണേ. ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയാലേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് വായിച്ചാൽ നിങ്ങളെ തലേന്റെ ഉള്ളിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ച പോലെ ഉണ്ടാവും. എന്റെ കൈയക്ഷരത്തിൻ്റെ അകത്തൊക്കെയുള്ള എഴുത്ത് കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ അല്ല, ഒരു കാലത്തത് ഓർമ്മയിലേക്കാൻ വന്നില്ല. പന്ത്രണ്ട് 50 1 മണി വരെ നമുക്ക് സമയമുണ്ട്. ഏൽപ്പിക്കില്ല, സിമ്പിളാണ്. ഒരുപാട് പോകല്ലേന്നാ അല്ലെ ഒരുപാട് പൊക്കല്ലേന്നാ? 2K ഉണ്ടാ അല്ലെ ഒറ്റ K തന്നെയാ? കുറേ സമയം രണ്ടാമത് പറഞ്ഞു. രണ്ടാമെന്താ? അങ്ങനെ ക്ലാസ് അല്ലേ, സമയം ഒരുപാട് നീട്ടിക്കൊണ്ടുപോകല്ലേ? പൊക്കല്ലേ? ഓ പൊക്കല്ലേ തന്നെയാ. അങ്ങനെ അയച്ച ക്ലാസ് നീട്ടിക്കൊണ്ടുപോകുന്ന കാര്യം അറിയാം. ഷടപടാന്ന് പറഞ്ഞിട്ട് ചിത്രമൊക്കെ വരച്ചു വെച്ചോ. നേരത്തെ നമ്മൾ ചെയ്ത കണ്ട പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ അല്ല, നേരത്തെ നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിൾ പോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞിട്ട് ഊരി വീഴാൻ വേണ്ടിയിട്ടുള്ള ആംഗിൾ. എന്താ അവസ്ഥ? എഴുതിയല്ലേ? അപ്പൊ നമുക്ക് മെല്ലെ തുടങ്ങാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനെ പറ്റി മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യന്റെ പരിപാടിയൊക്കെ നമ്മൾ തീർത്തു. ക്വസ്റ്റ്യൻ അതന്നെ പറയുന്നത്, ഈ ബി എന്ന് പറഞ്ഞ ബ്ലോക്ക് താഴത്തേക്ക് ഊരി പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഒരു സംഭവം ഇപ്പം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെടുക്കുക തീറ്റ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. എത്രത്തോളം ആംഗിൾ ആണ് അവിടെ ഉണ്ടാവേണ്ടത്, എത്ര ആംഗിൾ ആയിക്കഴിഞ്ഞാലാണ് അത് ഊരി വീഴുക. സോ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ ബി എന്ന് പറഞ്ഞ സാധനം എന്താക്കാൻ പോവാന്ന്, ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ് അല്ലെ? നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത പോലെ തന്നെയാണ് ബി എന്ന് പറഞ്ഞ ഫോഴ്സ് താഴത്തേക്ക്, ആ സ്ഥലം താഴത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബി എന്ന് പറഞ്ഞ ചിത്രം എടുക്കുക. ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക, ഇതിന്റെ വെയിറ്റ് താഴത്തേക്ക് ഉണ്ടാവും, W. അതെനിക്ക് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞ എന്റെ വെയിറ്റ് എത്രയായിരുന്നു? 90 അല്ലേ? 90 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. കുത്തനെ താഴത്തേക്കാണേ. ഈ ബോഡിക്ക് ഇങ്ങനെ ഒന്നാക്കി താഴത്തേക്ക് ആക്കി എടുക്കരുത്, മറന്നു വരുത്. വെയിറ്റ് എപ്പോഴും കുത്തനെ നിലത്തേക്ക് ഒറ്റ വീഴാണ് അല്ലെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉള്ള വെയിറ്റ് എപ്പോഴും താഴത്തേക്ക് ആയിരിക്കും.
അപ്പൊ നേരെ താഴത്തേക്ക് വരക്കുക. പിന്നെ ബി എന്ന് പറഞ്ഞ ബോഡി ആരെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്? ഈ ഒരു സർഫസിനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ടാവും? ഒരു റിയാക്ഷൻ ഉണ്ടാവും. അത് N1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. കാരണം ഫസ്റ്റ് ബോഡി അല്ലേ, ഈ നിലവും ഈ ബോഡിയുമായിട്ടാണ് ഉണ്ടാക്കുന്നത് ആ റിയാക്ഷൻ. അതുകൊണ്ട് ഞാൻ N1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഈ ബി എന്ന് പറഞ്ഞ ബോഡി എനെയും ടച്ച് ചെയ്ത് നിൽക്കുക. എ എന്ന് പറഞ്ഞ ആളെയും ടച്ച് ചെയ്യുന്നുണ്ട്. സോ എ എന്ന് പറഞ്ഞ ആളും തിരിച്ച് ഇങ്ങോട്ടേക്ക് എന്ത് കൊടുക്കും? ഒരു റിയാക്ഷൻ കൊടുക്കും. അതിനെ ഞാൻ N2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ വെയിറ്റ് ടു രണ്ട് റിയാക്ഷൻസും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഉള്ള ആള്, അവശേഷിക്കുന്ന ആളാരാണ്? ഫ്രിക്ഷനാണ്. അപ്പം ബി എന്ന് പറഞ്ഞ ബോഡി താഴത്തേക്ക് ഉരുണ്ട് വീണോണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? മൂവ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇങ്ങോട്ടേക്ക്. ഇതായിരിക്കും മ്യൂ ഇൻറ്റു N1. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്താ? N1 അല്ലേ. സോ മ്യൂ ഇൻറ്റു N1. അതേപോലെ തന്നെ എയും ആയിട്ട് എന്തുണ്ടാവും? ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അതും എങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും? സോറി, മാർക്ക് ചെയ്ത് തെറ്റിപ്പോയി. ബി എന്ന് പറഞ്ഞ ബോഡി താഴത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുക. സോ ഇവിടെ നിന്ന് ഒരേ സമയത്ത് ഇങ്ങോട്ടേക്കായിരിക്കും ഫ്രിക്ഷൻ ഉണ്ടാവുക, മുകളിലേക്ക്. സോ ഇവിടുന്ന് മുകളിലേക്ക് അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ മ്യൂ ഇൻറ്റു N2. അവിടുത്തെ റിയാക്ഷൻ N2 അല്ലേ. സോ ഇനിയൊന്നും ചെയ്യാനില്ല. അടുത്ത ചെയ്യേണ്ട കാര്യം എന്താ? ബി എന്ന് പറഞ്ഞ ബോഡിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം അങ്ങ് വരക്കുക. ഇതാണ് നമ്മളുടെ നോട്ടിൽ ഉണ്ടാവേണ്ടത്. നോട്ടിലല്ല, ആൻസർ പേപ്പറിൽ. അപ്പൊ അതിനെ ഞാനിങ്ങ് കൊണ്ടുവന്നു. അതിനിങ്ങ് കൊണ്ടുവന്നിട്ട് എല്ലാ ഫോഴ്സസും ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാം. വെയിറ്റ് താഴത്തേക്ക് 90 ന്യൂട്ടൺ. ഇനി N1 എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ ഉണ്ട്. N1 എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ട്, അത് മുകളിലേക്ക്. N2 എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ട്, അത് താഴത്തേക്ക്. ഇനി രണ്ട് ഫ്രിക്ഷൻ ഉണ്ട്. ഒന്ന് ഇങ്ങോട്ടേക്ക് മ്യൂ ഇൻറ്റു N1, അടുത്തതും അങ്ങോട്ടേക്ക് തന്നെ, പക്ഷെ മുകൾ വശത്ത് മ്യൂ ഇൻറ്റു N2. ഇതാണ് എൻ്റെ ബി എന്ന് പറഞ്ഞ ബോഡി. അപ്പൊ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ വരച്ചു. ഓക്കെ, ഇനി അടുത്ത ഞാൻ എനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. ചെരിച്ച് തന്നെ വരക്കണോ? ചെരിച്ച് വരച്ചാ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ കഴുത്ത് ഇങ്ങനെ ചെരിച്ച് നോക്കിയാൽ പോരെ, അല്ലെ പേപ്പർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെരിച്ച് നോക്കിയാൽ പോരെ. വരക്കുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ വരച്ചു കഴിഞ്ഞാലല്ലേ കാണാൻ. കാരണം ഇവിടെ ആംഗിൾ ഇനി വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉള്ളതുകൊണ്ടാണ്. ആംഗിൾ പറഞ്ഞുതരാം എങ്ങനെയാ വരുന്നത്. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇവിടെ നമ്മൾ 90 ഡിഗ്രി എന്ന് പറയും, 90 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഒരു എക്സിലും അല്ല വൈയിലും അല്ല കിടക്കുന്നത്. ആ ആംഗിൾ കണ്ടുപിടിക്കാനൊക്കെ എനിക്ക് സുഖമാണ്. ഇനി ചെരിച്ചിട്ടാണ് ചെയ്തു, എന്താ തീറ്റ തന്നെയാന്ന് മനസ്സിലാക്കും. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഫിഗറിന്റെ പരിപാടികളൊക്കെ തീർത്തു. ഞാൻ അതിനെ മൊത്തം ഡിലീറ്റ് ചെയ്തു. അതിന്റെ ഫോഴ്സസ് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഞാൻ എ എന്ന് പറഞ്ഞ ബോഡി എടുക്കുകയാണ്. ഇപ്പൊ തരും ഈ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് ഞാൻ നിർത്തും, പഠിക്കണ്ട. എ എന്ന് പറഞ്ഞ ബോഡി എടുക്കുക. എ എന്ന് പറഞ്ഞ ബോഡീന്റെ വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കുത്തനെ താഴത്തേക്ക് അല്ലെ. എപ്പോഴും വെയിറ്റ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യാൻ നേരെ താഴത്തേക്കാണ്. എ എന്ന് പറഞ്ഞ ബോഡീന്റെ വെയിറ്റ് എനിക്ക് തന്നിട്ടുണ്ട് 30 ന്യൂട്ടൺ ആണ്. അതേപോലെ തന്നെ എ എന്ന് പറഞ്ഞ ബോഡി ബീനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണല്ലോ. ബീനെ ടച്ച് ചെയ്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ബീന്റെ അകത്തുനിന്ന് റിയാക്ഷൻ ഉണ്ടാവും. പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും റിയാക്ഷൻ. അതുകൊണ്ട് ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരച്ചിട്ടുള്ള, സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അത് വരച്ചു. ആ റിയാക്ഷൻ എത്രയായിരിക്കും? N2 ആയിരിക്കും. കാരണം എ ബിക്ക് കൊടുത്തത് N2 തന്നെയായിരുന്നു. അപ്പം ബി എക്ക് കൊടുക്കുന്നതും N2 തന്നെയല്ലേ. അത് രണ്ട് സെയിം ആണ്. പിന്നെ ആകെ അവസാനത്തെ ബാക്കിയുള്ള ഇവിടെ സ്ട്രിങ് ഉണ്ട്, പച്ച കളർ കെട്ടിയിട്ട് വെച്ചിരിക്കുക. അപ്പം എന്തുണ്ടാവും? ഒരു ടെൻഷൻ ഉണ്ടാവും, ടി. കഴിഞ്ഞില്ല, ഇനി ഫ്രിക്ഷനും കൂടി ഉണ്ട്. ബിയും എയും കൂടി വരഞ്ഞോണ്ടാ പോകുന്നത്. അപ്പം അങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്കറിയാം, ബി താഴത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുക എ മുകളിലേക്കാ പോകുന്നതെന്ന്. എ മുകളിലേക്കാ പോകുന്നതെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? താഴത്തോട്ട്, ഇങ്ങോട്ടേക്ക്. അതാണ് മ്യൂ ഇൻറ്റു N2. അവിടുത്തെ നോർമൽ റിയാക്ഷൻ N2 ആണ് തന്നിട്ടുള്ളത്. സോ മ്യൂ ഇൻറ്റു N2. ഇത് രണ്ടും അറിഞ്ഞ എല്ലാം കിട്ടിയല്ലോ.
നമ്മളുടെ പരിപാടികളൊക്കെ തീർന്ന സ്ഥിതിക്ക് ഫ്രീ ബോഡി ഡയഗ്രം എടുക്കുക. എന്നിട്ട് എല്ലാ ഫോഴ്സസും ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഉള്ളത് വെയിറ്റ് ആണ്, താഴത്തേക്ക് 30 ന്യൂട്ടൺ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ഉള്ളത് റിയാക്ഷൻ ആയിരുന്നു, അത് മുകളിലേക്ക് ഒന്ന് ചെരിഞ്ഞിട്ടാണ്. അതിൻ്റെ വാല്യൂ N2 ആണ്. പിന്നെ അടുത്തതുള്ളത് ടെൻഷൻ ഉണ്ട്, അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്, അതിൻ്റെ വാല്യൂ ആണ് T. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഫ്രിക്ഷൻ കുത്താനെ താഴത്തേക്കാണ്, അതിൻ്റെ വാല്യൂ ആണ് μ×N2. ഇതാണ് എൻ്റെ ബോഡി എ എന്ന് പറഞ്ഞ ബോഡി അവിടെ മാർക്ക് ചെയ്തു. ഇനി നേരത്തെ ചെയ്ത അതേ സാധനം, വേറെ ഒന്നുമില്ല. കഴുത്തൊന്ന് ചെരിച്ച് വെക്കുക, നോക്കുക. ഞാനിപ്പം വേണമെങ്കിൽ എനിക്ക് ലാപ്പൊക്കെ ഇങ്ങനെ ചെരിച്ചിട്ട് നോക്കാം, എൻ്റെ കയ്യിലുള്ള ലാപ്പ്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരെ എല്ലാവരും വരച്ചു വെച്ചേക്ക്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. ഇനി ശരിക്കും പറഞ്ഞാൽ ഇനി എൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. ഏത് ബോഡി ആദ്യം എടുക്കണം എന്നൊക്കെ വിചാരിക്കുക, എടുക്കുക, അത് ചെയ്യാം. പക്ഷെ പേടിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരും. വളരെ ഹാപ്പിയല്ലേ? ഹാപ്പിയല്ലേ? അറ്റൻഡൻസ് എടുത്തിട്ട്